Hi, welcome back to Knowledge Vlogger. എൻ്റെ പേര് സ്റ്റെഫി. Integral of sin square x by 1 plus cos x dx. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് സൈൻ 2x റിസൾട്ട് അപ്ലൈ ചെയ്യാം. 2 sin x cos x അല്ലേ? ഇവിടെ സൈൻ എക്സ് അല്ലേ? അപ്പോൾ സൈൻ എക്സ് ദ ഹോൾ പവർ എന്ന് എഴുതാമല്ലോ, by 1 plus cos x dx. അപ്പോൾ സൈൻ എക്സ് ദ ഹോൾ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 2 sin x by 2 cos x by 2 ഹോൾ പവർ ഉള്ളതുകൊണ്ട് രണ്ടിടത്ത് സ്ക്വയർ കൊടുക്കാം. ഇവിടെ 2നും സ്ക്വയർ വരും അല്ലേ? അപ്പോൾ 2ൻ്റെ സ്ക്വയർ വരും, നമുക്കതിനെ ഒരുമിച്ച് കൊടുക്കാം അല്ലേ? അപ്പം ദ ഹോൾ പവർ 2 ഡിവൈഡഡ് ബൈ എന്താണ്? 1 പ്ലസ് കോസ് എക്സ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് 4 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും. താഴെ ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും അല്ലേ? ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. പിന്നെ ഇവിടെ ഒരു കോസ് സ്ക്വയർ എക്സ് ബൈ 2ഉം കോസ് സ്ക്വയർ എക്സ് ബൈ 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും ഡി എക്സ്. ഇനി എന്താണ് ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2? എന്താണ്? ഇവിടെ ഒരു 2 ഉണ്ടല്ലേ? ഇവിടെ ഒരു 2 ഉണ്ട്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് കോസ് 2x ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ 2 ഉള്ളതുകൊണ്ട് 1 മൈനസ് കോസ് 2x ആണ്. അപ്പം ഇവിടെ എക്സിന് പകരം എക്സ് ബൈ 2 ആയതുകൊണ്ട് 1 മൈനസ് കോസ് എക്സ് എന്നേ വരും അല്ലേ? ബൈ 2 ഇവിടെ ഇൻറ്റു 2 ഉള്ളതുകൊണ്ട് ബൈ 2 ഇല്ല, അതിന് പകരമാണ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുന്നത് 1 മൈനസ് കോസ് എക്സ്. ഇനി സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കാണാമല്ലോ. സോ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി, ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ഓക്കെ.